സ്വഹാബികളെ, യാ സിദ്ദീഖ്, നമ്മുടെ മക്കളോടെങ്ങാനും നന്മ പറഞ്ഞു കൊടുത്താൽ, അല്ല ഉപ്പമാരാവട്ടെ ഉമ്മമാരാവട്ടെ, നല്ലത് മോശമായി ചിത്രീകരിക്കുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതുപോലെ മോശമായ കാര്യങ്ങൾ നല്ലതായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. സ്വഹാബികളെ, പാതിരാ സമയത്ത് പാപ്പയും ഉമ്മയും ഉറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൊന്നുമോൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊന്നുമോൻ പാതിരാ സമയത്ത് സുജൂദിൽ കടന്നിട്ട് അവിടുന്ന് റബ്ബിനോർത്ത് പൊട്ടിക്കരയുന്ന കണ്ണുണ്ടോ? അല്ലെങ്കിൽ മക്കളെ ഓർത്തിട്ട് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുണ്ടോ? അല്ലാഹു ആ കണ്ണിനെ നരകത്തിൽ ഇടുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحبك فلا أنسى ما أبدا، مني سلام عليكم ما جرى القلم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ദീനിൻ്റെ ഖാദിമീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ആശിഖീങ്ങളിൽ സാധുക്കളായ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. പടർന്നു വരുന്ന രോഗങ്ങളെ തൊട്ട് നമ്മളെയും നമ്മളെ മുഴുവൻ അഖിലുകാരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ നല്ലൊരു സദസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ അത് വലിയൊരു സബബാക്കി തരട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ചെറിയ വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്താം. എന്തൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതൊരു ഭാഗമെടുത്തു നോക്കുകയാണെങ്കിലും, സ്വന്തം മകന്റെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും, അല്ല ഒരു പെണ്ണിന്റെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും എന്തൊക്കെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. കൽബ് പൊട്ടുന്ന വിധത്തിലല്ലേ ഇന്ന് നാടിന്റെ പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു നമ്മൾ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തൊട്ടുള്ള ധാരാളം അശറത്തുൽ മുബശ്ശിരീങ്ങൾപ്പെട്ട ധാരാളം മുത്തുക്കളുള്ള സദസ്സിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. സിദ്ദീഖേ, ഉമറേ, എന്താണ് നമ്മുടെ മക്കളിൽ ആൺമക്കൾ വേണ്ടാത്തരത്തിലൂടെ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്, പെൺകുട്ടികൾ തോണിവാസത്തിലൂടെ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ സ്വഹാബാക്കൾ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങനൊക്കെ സംഭവിക്കുമോ? ലഖാഇനുൻ യാ റസൂലല്ലാഹ്, അങ്ങനൊക്കെ വരാനുണ്ടോ നബിയേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാണ്, നഅം വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻ ഉസയകൂൻ. സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബികളെ, അതിനേക്കാളും വലിയൊരു ദുരന്തം നമ്മുടെ നാടുകളിൽ വരാനുണ്ട്, നമ്മളുടെ മക്കളിൽ കാണാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, വമാ അശദ്ദു മിൻ യാ റസൂലല്ലാഹ്, നബിയേ, അതിനേക്കാളും വലിയുള്ള ദുരന്തം ഏതാണ് നബിയേ എന്ന് അവിടുന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുടെ മുഖത്ത് നോക്കിയിട്ട്, സഹാബികളെ, കൈഫ അൻതും ഇദാ ലം തഅമുറു ബിമഅറൂഫ് വലം തൻഹു അനിൽ മുൻകർ. സഹാബികളെ, നല്ല കാര്യങ്ങൾ കൽപ്പിച്ചാൽ മക്കൾ അത് പ്രവർത്തിക്കുകയില്ല, ഇത് മോശമാണടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട്. ഉടനെ തന്നെ സ്വഹാബാക്കൾ വീണ്ടും ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു പോലത്തെ മുത്തുക്കൾ സ്വഹാബാക്കൾ അവിടുന്ന് ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, വഖാഇനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനൊക്കെ സംഭവിക്കുമോ? വീണ്ടും സഹാബാക്കൾ ചോദിച്ചപ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബികളെ, വഅശദ്ദു മിൻ ഉസയകൂൻ, അതിനേക്കാളും വലിയ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ വരാനുണ്ട്. ഉടനെ തന്നെ സ്വഹാബാക്കൾ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, വമാ അശദ്ദു മിൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്, ഏതാണ് നബിയേ അങ്ങനൊരു കാലഘട്ടം വരാനുള്ളത്? അത് ഏതാ? അതിനേക്കാളും മോശപ്പെട്ട ദുരന്തം ഏതാണ് നബിയേ? യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമർ റളിയല്ലാഹുവിനെ പോലത്തെ മുത്തുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, കൈഫ അൻതും ഇദാ റഅയ്തുൽ മഅറൂഫ മുൻകറ വൽ മുൻകറു മഅറൂഫാ. സഹാബികളെ, യാ സിദ്ദീഖ്, നമ്മുടെ മക്കളോടെങ്ങാനും നന്മ പറഞ്ഞു കൊടുത്താൽ, അല്ല ഉപ്പമാരാവട്ടെ ഉമ്മമാരാവട്ടെ, നല്ലത് മോശമായി ചിത്രീകരിക്കുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതുപോലെ മോശമായ കാര്യങ്ങൾ നല്ലതായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് സഹാബികളെ. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇങ്ങനൊക്കെ സംഭവിക്കുമോ നബിയേ എന്നവിടുന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, നഅം, അത് സംഭവിക്കുന്നതാണ്, യാഥാർത്ഥ്യമല്ലേ. എൻ്റെ ശബ്ദം ചെയ്യിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, എൻ്റെ ദീനിന്റെ ഖാദിമീങ്ങളെ, യാഥാർത്ഥ്യമല്ലേ, ഇന്ന്
ഇത് എന്തെങ്കിലും ഒരു നന്മ ഉസ്താദെങ്ങാനും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്തൊക്കെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത്. അങ്ങനൊക്കെ സംഭവിക്കും. ഇന്ന് കുട്ടികളെ അലിഫ് ലാം മീം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് കൈ ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സിലൊന്ന് കൈപിടിച്ചൊന്ന് ചിന്തിച്ചു നോക്കും, എന്താണെന്ന് ചെയ്യാറുള്ളത്. പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ, ആ ഉസ്താദിനെ ജയിലിലടക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? നിങ്ങളുടെ കുട്ടി നല്ലൊരു മുത്തഅല്ലിമായി അല്ലെങ്കിൽ നല്ലൊരു ദീനിന്റെ ഖാദിമായി വളരണമെന്ന് ആഗ്രഹിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആ ഉസ്താദിന് കിട്ടുന്ന ലാഭമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികളെങ്ങാനും വടക്കായി കഴിഞ്ഞാൽ നാം തലകുനിച്ച് നടക്കേണ്ടി വരും. അത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഉപ്പയാ, അത് വിചാരം നടത്തുന്ന പൊന്നുമോന്റെ ഉപ്പയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പരിസരങ്ങളിലൂടെ നടക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈമാനികമായ വിഷയങ്ങൾ നാം നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലോണം ഉപദേശം ചെയ്യണം, നല്ല വഅലുകൾ പറഞ്ഞു കൊടുക്കണം. വഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന, നിങ്ങൾ പഠിച്ച ആശയങ്ങൾ എന്നും ആ കുട്ടികളുടെ കൽവിൽ തറക്കുന്ന വിധത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മുടെ ഈ ദീനിന്റെ ഖാദിമീങ്ങൾ, നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ കുട്ടികളെ ദീനിന്റെ ഖാദിമീങ്ങളായി വളർത്തണമെന്ന് കരുതിയിട്ടാ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു വെച്ചില്ലേ, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. യാ റസൂലല്ലാഹ് നബിയേ, അങ്ങ് നല്ലോണം ഉപദേശം പറഞ്ഞു കൊടുക്കണം. കാരണം ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, എത്രയാണോ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നത് അത്രയും മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അത് ഉപകാരപ്പെടുന്നതാണ്. ദീനിലേക്ക് അടുക്കാൻ അത് വല്ലാത്തൊരു സബബായി മാറുന്നതാണ്. കാരണം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വിശുദ്ധമായ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരൊക്കെ പരാജയത്തിലാ. ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാ. ഇന്ന് പല നാടുകളിലും പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാ. ഈമാനില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധമായ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്നായി ഉപദേശം പറഞ്ഞു കൊടുക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കുട്ടി എക്സാമിൽ പാസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിയെ വീടിന്റെ ഒരു ഭാഗത്തിരുത്തിട്ട് നമ്മുടെ പരിസരത്തിലുള്ള ഉസ്താദുമാരൊക്കെ കൂട്ടി മദ്ഹുകളൊക്കെ ചൊല്ലി ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാറാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ജ്യേഷ്ഠനാവട്ടെ അല്ലെങ്കിൽ പ്രായമുള്ള ഉപ്പമാരാവട്ടെ, ഏതെങ്കിലും ഒരു കുട്ടി SLCയിൽ പാസ്സായി കഴിഞ്ഞു എന്ന് അറിഞ്ഞാൽ ആ കുട്ടിക്ക് സമ്മാനമായി കൊടുക്കുന്നത് സുബ്ഹാനല്ലാഹ് എന്തൊരു വിലകൊടുപ്പ്, നല്ല കാശുള്ള വലിയൊരു മൊബൈൽ ഫോണാണ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു പോകുന്നത്. എന്നിട്ട് ആ കുട്ടി പല തോന്നിവാസത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈമാന് ശക്തിപ്പെടുത്താനുള്ള, ദീനിനോട് അടുക്കാനുള്ള, മുത്തുനബി തങ്ങളോട് മഹബത്ത് വെക്കാനുള്ള എല്ലാ സംഗതികളും മാതാപിതാക്കളിൽ നിന്നായിരിക്കണം തുടക്കമുണ്ടായിരിക്കേണ്ടത്. അത് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കല് കൊയിലാണ്ടി ഭാഗത്ത് ചെറിയൊരു വയലിന് വേണ്ടി പോയപ്പോ സുബ്ഹാനല്ലാഹ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറിയൊരു കുട്ടിയെ പോലത്തെ ഒരു കുട്ടി എന്റെ ചാരത്തേക്ക് വന്നിട്ട്, ഉസ്താദേ എന്റെ വാപ്പയും ഉമ്മയും ഇന്നൊരിക്കലും കരയാൻ പാടില്ല.
ഒരിക്കലും കരയാൻ പാടില്ല എന്ന് അവിടുന്ന് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ എന്നോട് വന്ന് പറഞ്ഞപ്പോ, മോനെ എന്തിനാടോ നീ അങ്ങനെ പറയുന്നത്? എന്റെ ഉപ്പ സാധുവല്ലേ, എന്റെ ഉമ്മ സാധുവല്ലേ? എടോ, നീ ഒന്ന് വളർന്ന് നല്ല ദീനിന്റെ ഖാദിമായി വളരാൻ ആഗ്രഹിക്കുന്ന ഉപ്പയാണ്. അതുകൊണ്ടാണ് എന്റെ ഉപ്പയും ഉമ്മയും മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം പൊട്ടിക്കരയുന്നതെന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോ, ആ ചെറിയ കുട്ടി എന്റെ കയ്യിൽ തട്ടിട്ട് പറയുകയാണ്, ഉസ്താദേ, എനിക്ക് ഈ നിമിഷം മുതൽ എനിക്ക് ഞാൻ കരച്ചിൽ കാണാൻ പാടില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതായി കാണാം, ഐനാനി ലാ തമസ്സുഹുമന്നാർ, നരകം തൊടാത്ത 2 കണ്ണുകളുണ്ട്. ഏതാണെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരെ, വയലിന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസികളെ, എന്റെ കരളിന്റെ കഷ്ണമായ കുട്ടികളെ. ആ പൊന്നുമോനോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത്, സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന വാചകമാണ്, ഐനാനി ലാ തമസ്സുഹുമുന്നാർ, 2 കണ്ണുകൾ അല്ലാഹു നരകത്തിൽ അടുപ്പിക്കുകയില്ല. ഏതാണെന്നറിയുമോ? ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനോർത്തിട്ട് പൊട്ടിക്കരയുന്ന കണ്ണുണ്ടോ? പാതിരാ സമയത്ത് ബാപ്പയും ഉമ്മയും ഉറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൊന്നുമോൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊന്നുമോൻ പാതിരാ സമയത്ത് സുജൂദിൽ കടന്നിട്ട് അവിടുന്ന് റബ്ബിനോർത്ത് പൊട്ടിക്കരയുന്ന കണ്ണുണ്ടോ? അല്ലെങ്കിൽ മക്കളെ ഓർത്തിട്ട് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുണ്ടോ? അല്ലാഹു ആ കണ്ണിനെ നരകത്തിൽ ഇടുകയില്ല. ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് പറഞ്ഞ ആ ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നല്ലതല്ലടോ, നിന്റെ ഉപ്പയും ഉമ്മയും കരയുന്നത് നീ നല്ല കുട്ടിയായി വളരാൻ, നീ ദീനിന്റെ ഖാദിമായി വളരാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ഞാൻ ആ പൊന്നുമോനോട് പറഞ്ഞപ്പോ ആ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? എന്നോടൊന്ന് കാര്യം പറയുമോ എന്ന് ചോദിച്ചപ്പോ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ഉപ്പമാരെ, ആ പൊന്നുമോനോട് വന്ന് പറയുകയാണ്, ഉസ്താദേ, എൻ്റെ ഉമ്മ ഉപ്പയും 5 വക്ത് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഉപ്പയാ, ഉമ്മയാണ്. എല്ലാ സമയത്തും നല്ല നല്ല സദസ്സുകൾ പങ്കെടുക്കാറുണ്ട്. ഉമ്മ എപ്പോഴും മൗലിദ് ചെയ്യാറുണ്ട്. പക്ഷേ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാല് എൻ്റെ ഉപ്പയും ഉമ്മയും സാധാരണ നിസ്കരിക്കുന്നത് പോലെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ടോ, എൻ്റെ വീട് വലിയ വീടാണ്, ആ വീടിൻ്റെ ഹാളിൽ വലിയൊരു TV ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉപ്പയും ഉമ്മയും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആ ഹാളിൽ വന്നിരുന്ന് സുബ്ഹാനല്ലാഹ് സീരിയൽ കണ്ട് പൊട്ടിക്കരയുന്ന രംഗമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മളൊക്കെ കാക്കുമാറാവട്ടെ, അല്ലാഹു തആല നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. അത് പറഞ്ഞപ്പോ ഞാൻ 5 വയസ്സല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. ഞാൻ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട്, മോനെ, നീ ഉമ്മാനിപ്പാനി ശകാരിക്കരുത്, പാവങ്ങളാ, അവരെ നീ ശകാരിച്ചു പോകരുത്. ഇന്ന് യാഥാർത്ഥ്യമല്ലേ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ചിന്തിച്ചു നോക്കും. ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളെ ഹൃദയത്തിലൊന്ന് വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കും. എന്താണ് നമ്മുടെ കുട്ടി ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. ഇതാണ് പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ പരിസരങ്ങളിലൂടെ നമ്മുടെ മുത്തഅല്ലിമീങ്ങളെങ്ങാനും കടന്നാൽ സുബ്ഹാനല്ലാഹ്, ചെറിയ മക്കളൊക്കെ ഉമ്മ ഒരു ഭാഗത്തിരുത്തി, യാ നബി സലാം അലൈക്കും, യാ
റസൂൽ സലാം അലൈക്കും. മുത്തുനബി തങ്ങളുടെ മദ്ഹ് പാടിക്കൊടുക്കുന്ന രംഗമല്ലേ നമ്മളൊക്കെ കേൾക്കാറുണ്ടായിരുന്നത്. ഇന്ന് എവിടെയാണ്? ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി കരഞ്ഞാൽ, ചെറിയ പിഞ്ചുബാലനാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയുള്ള കുട്ടിയാണ്, സുബ്ഹാനല്ലാഹ്. ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി, പൊന്നുമോന് ചെറിയ കുട്ടിയെങ്ങാനും അവിടുന്ന് കരഞ്ഞാ, ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ടോ ആ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് വേണ്ടാത്തരത്തിന്റെ ക്ലിപ്പുകൾ ഓണാക്കി കൊടുക്കുന്ന ഒരു രംഗമല്ലേ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കാറുള്ളത്. ഈമാനുള്ള എൻ്റെ ജ്യേഷ്ഠ അനുജന്മാരെ, എൻ്റെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് പഠിപ്പിച്ചുവെങ്കിൽ നാം എത്രത്തോളം മാറാനുണ്ട്, എത്രത്തോളം വേർതിരിയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു തആല മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫകുല്ലു നഫ്സിൻ മിൻ അൻഫാസിക ജൗഹറത്തുൻ. എൻ്റെ വഅലക്കുന്നൊപ്പമാ എൻ്റെ ശബ്ദം വെക്കുന്ന ആരൊക്കെയുണ്ടോ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും സുബ്ഹാനല്ലാഹ് അത് മുത്തുക്കളാണ്. അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും മുത്തുക്കളാണ്. ലാ ഖീമത ലഹാ, അതിനൊരു വിലയുമില്ല. ഫഇദാ ഫാത ഫലാ ഔദ ലഹു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, അതെങ്ങാനും നശിച്ചു പോയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ല. ഏതാണ് ആ മുത്ത്? നമ്മുടെ ശ്വാസമോ? അസ്രായിൽ അലൈഹിസ്സലാം എങ്ങാനും നമ്മുടെ റൂഹെങ്ങാനും പിടിച്ചു കൊണ്ടുപോയാൽ നമുക്കത് തിരിച്ചു വെക്കാൻ ഒന്നുമില്ല. നമ്മുടെ വല്ല കാലിന്റെ ഒരു ഭാഗത്ത് മുറിവ് സംഭവിച്ചാൽ നമുക്കത് മാറ്റാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്ക് വല്ലത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് മാറ്റാൻ കഴിയും. നേരെ മറിച്ച് നമ്മുടെ റൂഹെങ്ങാനും പിടിച്ചു കൊണ്ടുപോയാൽ അതിന് പകരമായിട്ട് കൊണ്ടുപോയി വെക്കാൻ ഒന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, യഫ്റഊന ഫീ കുല്ലി യൗമിൻ ബിസിയാദതി അംവാലിഹിം മഅ നുഖ്സാനി അമാലിഹിം. എന്താണ്? ഓരോ ദിവസങ്ങളും നമ്മുടെ കയ്യിൽ സമ്പത്ത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വളർച്ച ഇങ്ങനെ വളർന്നു വലുതാകുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ്. പക്ഷേ മഅ നുഖ്സാനി അമാലിഹിം, നിങ്ങളുടെ ആയുസ്സുകൾ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടുന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഫലാ തഫറഹു ഇല്ലാ ബിസിയാദതി ഇൽമി വഅമലുൻ സാലിഹാ. ഉമ്മമാരെ, ഈമാനുള്ള പടയാളികളെ, നിങ്ങൾ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിക്കണ്ട. വലിയ കൊട്ടാരമുണ്ടായതിൻ്റെ പേരിൽ സന്തോഷിക്കണ്ട. ഓരോ ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിക്കണ്ട. നിങ്ങൾ സന്തോഷിക്കേണ്ട 2 വിഷയങ്ങളുണ്ട്. ഇല്ലാ ബിസിയാദതി ഇൽമി വഅമലുൻ സാലിഹാ. ഇൽമിങ്ങനെ വർദ്ധിക്കുമ്പോൾ, നിന്റെ പൊന്നുമോൻ ഇങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ, ദീനിന്റെ ഖാദിമായി ഇങ്ങനെ വളരുമ്പോൾ ആ വിഷയത്തിൽ സന്തോഷിച്ചോ. കാരണം അതുപോലെ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ, പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുമ്പോൾ, ഇതുപോലത്തെ പ്രവർത്തകന്മാരെ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചോളും. കാരണം എന്താ? ഫഇന്നഹുമാ റഫീഖുക
യുസഅബാനക ഫിൽ ഖബരി. ഉമ്മമാരെ, എൻ്റെ വഅലേക്കുന്ന ചെറുപ്പക്കാരികളെ, ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് പാതിരാ സമയത്ത് അതേ സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്ത ആയുസ് കളയുമ്പോ ഏതോ ഒരു ഭാഗത്തുള്ള കുട്ടിയോട് നീ സംസാരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സംസാരിക്കണ്ട. എൻ്റെ ചെറുപ്പക്കാരാ, എൻ്റെ ചെറുപ്പക്കാരാ, ഏതോ ഒരു ഫുട്ബോൾ താരന്റെ കൂടെ നടന്നതിന്റെ പേരിൽ നീ കൂത്താടി നിന്റെ ആയുസ് കേടുവരുത്തണ്ട. നീ അതിൽ സന്തോഷിച്ച് നടക്കണ്ട. എൻ്റെ പ്രായം ചെന്ന ഉപ്പമാരെ, അതേ ഏതോ ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ കളിയാക്കി പച്ചർച്ചി തിന്നോ അതിൻ്റെ പേരിൽ നീ സന്തോഷിച്ചട്ട നിന്റെ ആയുസ് വെറുതെ കളയണ്ട. അതൊന്നും നിങ്ങളുടെ ചങ്ക് ബ്രോ ആണെന്ന് പറയുന്ന ഏത് കുട്ടിയാണെങ്കിലും, അതേ നിങ്ങളുടെ കൂടെ നടക്കുന്ന സുഹൃത്താണെങ്കിലും ആരും പള്ളിക്കാട്ടിലേക്ക് വരാനുള്ള ഇല്ല. ഉപ്പമാരെ, 5 വക്ത് നിസ്കാരം നിസ്കരിച്ച ആ ഇബാദത്ത് നിങ്ങളെ പള്ളിക്കാട്ടിലേക്ക് വരുന്നതാണ്. ആരും കാണാതെ സദഖ ചെയ്ത ആ നന്മ നിങ്ങളുടെ ഖബറിലേക്ക് വരുന്നതാണ്. എൻ്റെ കുട്ടികളെ, പ്രവർത്തകന്മാരുടെ കൂടെ നിങ്ങൾ ഓടി നടന്ന ആ പ്രവർത്തനത്തിന്റെ സവാബ് അത് നിങ്ങളെ ഖബറിലേക്ക് വരുന്നതാ. من كنت حلفه ودعا فعسى علي تربى من كنت حلفه ودعا والي من عظيم كرامتي. ഉപ്പ എന്ന് വിളിച്ച നിങ്ങളുടെ ഉപ്പ ഖബറിലേക്ക് വരികയില്ല. അതേ 10 വയസ്സ് മുതൽ തോളിലേറ്റ് നടന്ന പൊന്നുമോ നിങ്ങളുടെ ഖബറിലേക്ക് വരാനില്ല. ഉമ്മമാരെ, എൻ്റെ പെങ്ങളെ, ഒരു 5 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഏതോ ഒരുത്തിന് ചാറ്റ് ചെയ്തു, ആ കുട്ടി നിന്റെ ഖബറിലേക്ക് വരാനില്ല. ഒരാളും വരാനില്ല. ഇല്ലൽ ഇൽമി വൽ ഇബാദാ. നിങ്ങളുടെ മക്കളെ ദീനിന്റെ ഹാദിമീങ്ങളാക്കിയിട്ടുണ്ടോ? അതുപോലെ നിങ്ങളെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടോ? അതൊക്കെ നിങ്ങളെ ഖബറിലേക്ക് വരുന്നതാണ്. അതല്ലാത്തൊരു സംഗതി ഒരാളും വരാനില്ല. മഹാന്മാരാണ് പഠിപ്പിക്കുന്നത്. ഹൈസു യതഖല്ലഫു അൻക അഹ്ലക വമാലക വവലദിക വഅസ്ദിഖാഉക. എല്ലാവരും പോകും, ഒരാളും പള്ളിക്കാട്ടിലേക്ക് വരികയില്ല. ആരാണ് വരാനുള്ളത്? ഉപ്പ മരിച്ചു, ആ ഉപ്പയെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ സ്വന്തം ചോര തിളക്കുന്ന കുട്ടി പോലും ഒരാഴ്ച പോലും ഖബറിലേക്ക് വരികയില്ല. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാരണം എന്താണ്? ഹദ്ദാദ് റളിയല്ലാഹുവിനോട് അവിടുന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, തെറ്റുകൾ ചെയ്യാൻ വല്ലാത്ത പൂതിയുണ്ട്, നന്മ ചെയ്യാൻ ഒരു ആഗ്രഹമില്ല എന്ന് അവിടുന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഹദ്ദാദ് റളിയല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ മഹാന്മാരെ വല്ലാത്ത ബന്ധമുണ്ട്, പക്ഷേ തെറ്റി എത്ര ചെയ്താലും അവന്റെ ലദ്ദത്ത് തീരുന്നില്ല. ഹദ്ദാദ് റളിയല്ലാഹുവിനോട് ഒരുത്തൻ ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, എന്താണ് കാരണം എന്നറിയുമോ? 4 കാര്യങ്ങളെ കൊണ്ടാണ് ആ കുട്ടിക്ക് ഇബാദത്തിന്റെ മാധുര്യം കിട്ടാത്തതെന്ന് അവിടുന്ന് പറഞ്ഞു. ഒന്നാമതായി പറഞ്ഞത് അൽ ജഹ്ലു, വിവരമില്ലാത്തത് കൊണ്ടാ. യാഥാർത്ഥ്യമാണ്, വിവരമില്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഈമാനില്ലാതെ പോകുന്നത്. പല തെറ്റുകളും കുട്ടികളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വഅലേക്കുന്ന ഉമ്മമാരെ, എൻ്റെ വഅലേക്കുന്ന ഉപ്പമാരെ, നമ്മളെ കുട്ടികളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി വളർത്തേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഈമാൻ ശക്തിപ്പെടുത്തണം. ഇന്നത്തെ കാലം അങ്ങനെയാണ്. പല തെറ്റുകളും അടിമയാകുന്ന
വന്ന കാലമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ആദ്യം വേണ്ടത് അള്ളാഹുവിനോടൊരു ഭയമുണ്ടാവും. റബ്ബ് കാണുന്നുണ്ടെന്നൊരു ചിന്ത എല്ലാ മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഈമാനുള്ള എൻ്റെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി വളർത്തിയാൽ അതിൽ കിട്ടുന്ന ലാഭം എന്താണെന്നറിയുമോ? എന്താണ്? സുബ്ഹാനല്ലാഹ്, മലപ്പുറത്തിലെ ചെറിയൊരു കുഗ്രാമത്തിലുള്ള നദീർ എന്ന ചെറുപ്പക്കാരനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ വാപ്പയും ഉമ്മയും നിങ്ങളൊക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആരാണ്? 7 വയസ്സ് പോലും ആയിട്ടില്ല, 5 വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി സുബ്ഹാനല്ലാഹ് അവിടുന്ന് ആ പൊന്നുമോൻ ഉമ്മയും വാപ്പയും ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അയക്കുകയില്ല. ഉമ്മാനോട് ഞാനൊരു 5 മിനിറ്റ് ആ തൊപ്പി ധരിച്ച കൂട്ടുകാരന്റെ കൂടെ നടക്കട്ടെ എന്നവിടുന്ന് ചോദിച്ചാൽ അവിടുന്ന് സമ്മതം കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വാപ്പാനോട് ചോദിച്ചാൽ വാപ്പയും സമ്മതം കൊടുക്കുകയില്ല. പക്ഷേ ഈ കുട്ടി 5 വയസ്സുള്ള കുട്ടിയല്ലേ, ആ കുട്ടിക്ക് വല്ലാത്ത പൂതിയുണ്ട്. തൊപ്പി ധരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടിയുടെ കൂടെ പ്രവർത്തിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഈമാനുള്ളവരെ, നിങ്ങളുടെ ഖൽബിലൊന്ന് പിടിച്ചു വെക്കണം. ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പൊന്നുമോൻ ഉപ്പാന്റെയും ഉമ്മാന്റെയും വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് സാധനങ്ങൾ ചുമക്കാൻ വേണ്ടി കടയിൽ ചെന്ന് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെല്ലും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെന്നു കടയിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിവെച്ചു. അങ്ങനെ വാങ്ങിവെച്ചിട്ട് 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അങ്ങനെ ഓടിച്ചെന്നു ആ നാട്ടിലെ മഹല്ലിലെ ഉസ്താദിനെ കണ്ടു. അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് ഉസ്താദിനെ കണ്ടു. ഉസ്താദേ, ഞാൻ വല്ലതും പ്രവർത്തിക്കണോ? വല്ലാത്ത കൊതിയുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ അതിന് അനുവദിക്കുകയില്ല. എൻ്റെ ഉപ്പയുമ്മയും എന്നെ ഇതുവരെയായിട്ടും എന്നെ അനുവദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട്. അവരുടെ വയറ് നിറക്കാൻ വേണ്ടി എനിക്ക് സമയം തന്നതിൽ ഒരു 10 മിനിറ്റ് എനിക്കൊരു സമയമുണ്ട്. ഞാൻ ചെറിയ പ്രവർത്തനം ഈ പള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ. ഈ കുട്ടിയുടെ വലുപ്പം കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ ഖൽബ് പൊട്ടിപ്പോയി. മോനെ, എടോ, നിനക്ക് സാധിക്കൂല, നീ ചെറിയൊരു കുട്ടിയാ, നിനക്ക് സാധിക്കുകയില്ല മോനെ എന്ന് പറഞ്ഞപ്പോ ഈ പൊന്നുമോൻ പൊട്ടിക്കരയുക. ഈ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞു. ഉസ്താദേ, അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിക്കണം. അങ്ങനെ ആ ഉസ്താദ് ഹൗദുൽ കരയുടെ ഒരു ഭാഗം കാണിച്ചു കൊടുത്ത്, ചെറിയൊരു ചളിയുണ്ട്, അതിങ്ങനെ കാണിച്ചു കൊടുത്തു. മോനെ, അതിനി ഒന്ന് വെള്ളമെടുത്ത് അതിൽ ഒഴിച്ചിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞു. ആ കുട്ടി അതുപോലെ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ തൊപ്പി ധരിച്ച ദീനിന്റെ ഖാദിമീങ്ങൾ അവിടെ കണ്ടു. പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകന്മാരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന്. ഒരു 5 മിനിറ്റ് കൂടിയുണ്ട്. നിങ്ങളൊക്കെ ചിന്തിക്കണം, എൻ്റെ കുട്ടികളെ, നിങ്ങൾ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ലാഭമാണ് ഞാൻ പറയുന്നത്. ഉമ്മമാരെ, എൻ്റെ വയലേക്കുന്ന ഉപ്പമാരെ, എൻ്റെ വയലേക്കുന്ന ആരൊക്കെയുണ്ടോ, നമ്മുടെ മക്കൾ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാലുള്ള നേട്ടമാണ്. ഞാനൊരു കുട്ടിയിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി അങ്ങനെ ഇറങ്ങി പ്രവർത്തകന്മാരെ കണ്ടപ്പോ, എനിക്ക് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം, ഒരു അവസരം തരുമോ? ഈ കുട്ടിയുടെ വലുപ്പം കണ്ടപ്പോ, മോനെ, എടാ, നിനക്ക് കഴിയൂല, നിനക്ക് പിന്നെ പ്രവർത്തിക്കാം. ഉടനെ തന്നെ ആ കുട്ടി, വേണ്ട, അങ്ങനെ പറയരുത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു 5 മിനിറ്റാണ് ഇങ്ങനൊക്കെ അവസരം കിട്ടാറുള്ളത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോ ഈ പ്രവർത്തകന്മാരുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ ചെന്നു. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ കയ്യിലുള്ള പോസ്റ്റർ കൊടുത്തു. അത് കൊടുത്തിട്ട് അങ്ങനെ മോനോട് പറഞ്ഞു, ഇത് കുടിച്ചാൽ മതി, ഞങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തു തന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, ആ കുട്ടി അതുപോലെ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് അത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ പൊന്നുമോൻ ഓടിച്ചെന്നു. ഉപ്പാന്റെയും ഉമ്മാന്റെയും പെങ്ങളുടെയും എല്ലാവരുടെയും വയറ് നിറക്കാൻ വാങ്ങിവെച്ച സാധനം ചുമന്ന്
വീട്ടിലേക്ക് ചെന്ന് ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഞാനതല്ല പറയുന്നത്. 5 ദിവസം കഴിഞ്ഞപ്പോ ഈ SSF കാരന ഈ കുട്ടി, ഈ പൊന്നുമോൻ അവിടെ വിട പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ വിവരം അറിഞ്ഞപാടെ ഈ തൊപ്പി ധരിച്ച SSFന്റെ പ്രവർത്തകന്മാർ, ദീനിന്റെ ഖാദിമീങ്ങൾ, 50-60ഓളം പ്രവർത്തകന്മാർ ഈ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഓടി വന്നു. ഞങ്ങളെ കൂടെ നിന്ന കുട്ടിയാണല്ലോ, അത് മാത്രമാണോ? ഈ ഉപ്പയും ഉമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ പ്രവർത്തകന്മാർ ചെന്ന് അവരെല്ലാവരും ഓടുത്ത് ഒരു ഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ഖത്മുകൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആയിരക്കണക്കിന് തലപ്പാവുകൾ ധരിച്ച തങ്ങളുപ്പാപ്പാനെ പോലോത്ത അതേ വലിയ വലിയ സാദാത്യങ്ങൾ ആ കുട്ടിയുടെ ജനാസ നമസ്കരിക്കാൻ എല്ലാവരും വരുന്നുണ്ട്. ആയിരക്കണക്കിന് തലപ്പാവ് ധരിച്ച ആലിമീങ്ങളാണ്, സാദാത്യങ്ങളാണ്. എത്രത്തോളം മുത്തഅല്ലിമീങ്ങളാണ് ആ കുട്ടിയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വന്നു. അവരെല്ലാവരും ഇങ്ങനെ ദുആരിക്കുമ്പോ ഈ ഉമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഉമ്മ കണ്ടപ്പോ ഈ ഉമ്മ സുബ്ഹാനല്ലാഹ്, പള്ളിയിലത്തെ ഉസ്താദ് വന്നപ്പോ ചോദിച്ചു, എന്താണ് ഈ കാഴ്ച? സുബ്ഹാനല്ലാഹ്, എൻ്റെ മോനെ ഞാൻ ദീനിന് വേണ്ടി പറഞ്ഞു വിടാറില്ലല്ലോ. എൻ്റെ കുട്ടിയെ ഞാൻ ദീനിന്റെ ഖാദിമീങ്ങളുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ ഞാനതിന് സമ്മതിക്കാറില്ലല്ലോ. എന്താണ് ഇത്രത്തോളം വലിയ സവാബ് കിട്ടാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ ഉസ്താദ് ഉമ്മ ആ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്. ഉപ്പാ, നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി 5 മിനിറ്റ് നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക് പറഞ്ഞു വിട്ടപ്പോ നിങ്ങളുടെ പൊന്നുമോൻ 5 മിനിറ്റ് ദീനിന് വേണ്ടി പ്രവർത്തിച്ച കുട്ടിയാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് സാദാത്യങ്ങളും ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളും വലിയ വലിയ നേതൃത്വങ്ങളും അതേ തൊപ്പി ധരിച്ച 100 കണക്കിന് പ്രവർത്തകന്മാർ ആ കുട്ടിയുടെ ചാരത്തേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഈ ഉപ്പയും ആരുമില്ല ജനാസയുടെ അരികിൽ, എല്ലാവരും ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഈ ഉമ്മ ഓടിച്ചെന്ന് പൊന്നുമോന്റെ കവിൾത്തടുത്ത് ചുംബനം കൊടുത്തു. മോനെ, എടാ, നീ പൊരുത്തപ്പെട്ടു തരണം. എനിക്കറിയില്ല, ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം ഞങ്ങൾക്കറിയില്ല. മോനെ, ആഖിറത്തിൽ വെച്ചിട്ട് നീ എന്നെ നീ ശകാരിക്കരുതെന്ന് പറഞ്ഞുവെങ്കിൽ, ഇതാണ് ഈമാനുള്ളവരെ, നമ്മുടെ കുട്ടികളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കാൻ, നമ്മുടെ കുട്ടികളെ ദീനിന്റെ ഖാദിമീങ്ങളാക്കിയാൽ കിട്ടാനുള്ള നേട്ടം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കഴിഞ്ഞോ, ആ കുട്ടിയെ ജനാസ ചുമന്ന് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ തൊപ്പി ധരിച്ച കുട്ടികൾ അവിടെ നിന്ന് വരുന്നില്ല. 50 ദിവസം പള്ളിക്കാട്ടിൽ നിന്നിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനാ, ഞങ്ങൾ അത്ര വയസ്സൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചൊരു കുട്ടിയാ, SSFന് വേണ്ടി ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിച്ച കുട്ടിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ 50 ദിവസം ഇവിടെ ഖുർആൻ ഓതാൻ തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഖബറാളിയുടെ അരികിൽ 50 ദിവസം ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓതിക്കൊണ്ടിരുന്നാൽ അവൻക്ക് ശിക്ഷയുണ്ടാവുകയില്ല. ഇതുകൊണ്ടാണ് എൻ്റെ ഉമ്മമാരെ, വഅലേക്കുന്ന ഉപ്പമാരെ, എൻ്റെ വഅലേക്കുന്ന പ്രവാസികളെ, എൻ്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കണം. അതിനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ബഹ്ലൂൻ റളിയല്ലാഹു അൻഹു ചൊല്ലി കൂട്ടുക. ഇമാം ബഹ്ലൂൻ റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഒരു ചാരത്ത് ഒരു മൂലക്ക കടന്നിറങ്ങുന്ന മഹാനാണ് ബഹ്ലൂൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് സുബ്ഹാനല്ലാഹ് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയ കുട്ടി പെരും കരച്ചിലാണ്. ബക്കാഅൻ ശദീദാ
വല്ലാത്ത കരച്ചിലാണ്. തേങ്ങി തേങ്ങി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഓടിച്ചെന്ന് ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പൊന്നുമോനോട് ചോദിച്ചു, യാ ബുനയ്യാ, യാ ബുനയ്യാ, ഓ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോൻ എന്തിനാണ് കരയുന്നത്? അവിടെ പരിസരത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ധാരാളം കുട്ടികൾ കെല്ലും കോലിങ്ങനെ കളിക്കുന്നുണ്ട്, ധാരാളം കളികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് ഓർത്തിട്ടാണോ നീ കരയുന്നത് മോനെ എന്ന് അവിടുന്ന് ചോദിച്ചു. മാത്രമല്ല ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു അശ്തരീ ലകമാ തൽഅബു ബിഹി, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ പൊന്നുമോനെ, നിനക്കും കളിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിത്തരട്ടെയോ എന്ന് അവിടുന്ന് ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു. ഉടനെ തന്നെ ആ പൊന്നുമോൻ ചോദിക്കുകയാണ്, യാ ഖലീലൽ അഖ്ലി മാലിൽ അബി ഖുലിഖ്നാ, അവിടുന്ന് ചോദിക്കുകയാണോ മനുഷ്യ, ഓ മനുഷ്യ, ബുദ്ധി കുറഞ്ഞ മനുഷ്യ, നമ്മളെ കളിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലാഹു തആല ഈ ലോകത്തിൽ പടച്ചിട്ടുള്ളതെന്ന് ആ പൊന്നുമോൻ, ചെറിയ പിഞ്ചുമാരൻ പൊട്ടിക്കരയുന്ന പൊന്നുമോൻ ബഹ്ലൂൽ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോ അവിടുന്ന് ബഹ്ലൂൽ റളിയല്ലാഹു ചോദിക്കുകയാണ്, ഫലിമാദാ ഖുലിഖ്നാ യാ ബുനയ്യാ, ഓ മോനെ, പിന്നെന്തിനാണ് അല്ലാഹു നമ്മളെ പടച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോന് പറയുകയാണ്, ലിൽ ഇൽമി വൽ ഇബാദാ, ലിൽ ഇൽമി വൽ ഇബാദാ, അറിവ് സമ്പാദിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതേ ദീനിന്റെ ഖാദിമാക്കാൻ വേണ്ടിയിട്ടും ദീനിന്റെ ഖാദിമായി വളരുന്നൊരു കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നമ്മളെ പടച്ചിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ബഹ്ലൂൽ റളിയല്ലാഹു ചോദിക്കുകയാണ്, ഫഖാൽ മൻ ഐന ലക ദാലിക യാ ഫുലാൻ, മോനെ, എവിടുന്നാടോ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ ആശയം നിന്റെ ബുദ്ധിയിൽ ഉദിച്ചത് എങ്ങനെയാണ്? അവിടുന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോൻ അവിടുന്ന് പറയുകയാണ്, മിൻ ഖൗലി തആലാ, അല്ലാഹു തആലാന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? അഫ അസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും അന്നമാ ഖലഖനാകും, നിങ്ങളെ പടച്ചത് വെറുതെയാണ്, അബസാ, വെറുതെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിങ്ങളെ പടച്ചു വെച്ചിട്ടുള്ളത് അത് വെറുതെയാണ്, തമാശയിലൂടെ ജീവിക്കാനാണ്, അതേ കൂത്താട്ടങ്ങളുടെ ആയുസ് ചുരുക്കാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല മോനെ, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ഞങ്ങളിലേക്ക് മടക്കുകയില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ആയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തിട്ടാണ് അവിടുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് പറഞ്ഞപ്പോ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഉമ്മമാരെ, ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചെന്നിട്ട്, മോനെ, വ അൻത സഹീറുൻ വലാ ദംബുൽ ലഖാ, എൻ്റെ കുഞ്ഞു അനിയാ, മോനെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? അവിടുന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അവിടുന്ന് പറയുകയാണ്, ഉമ്മമാരെ, ഉപ്പമാരെ, എൻ്റെ വാഴക്കുന്ന പെങ്ങളെ, 5 മിനിറ്റ് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ആയുസ് വെറുതെ ആക്കണ്ട. കോളേജിലേക്ക് വാപ്പയും പറഞ്ഞു വിടുമ്പോൾ ഏതോ ഒരു ചെക്കനുമായി ആയുസ് ചുരുക്കി കളയണ്ട. എൻ്റെ കുട്ടികളെ, ഏതെങ്കിലും ഒരു ഹറാമിൻ്റെ കൂത്താട്ടം നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അതിൽ പോയി നിങ്ങളുടെ ആയുസ് നിങ്ങൾ നശിപ്പിക്കണ്ട. ബഹ്ലൂൽ റളിയല്ലാഹുവിനോട് ഈ
ചെറിയ കുട്ടി അവിടുന്ന് പറയാണ്, ഇന്നിലൈക അന്നിയാ ബഹ്ലൂൽ, ബഹ്ലൂൽ തങ്ങളെ, ഇന്നി റഅയ്തു വാലിദതി തൂഖിദുൻ നാറ ബിൽ ഖതബിൽ കിബാ, ബിൽ ഖതബിൽ കിബാ. ബഹ്ലൂൽ തങ്ങളെ, ഞാൻ ചെറിയൊരു കുട്ടിയാണ്, ശരിയാണ്, പക്ഷേ ഇന്നി റഅയ്തു വാലിദതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മളെ തങ്ങളാപ്പ സ്റ്റേജിലേക്ക് വരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. തങ്ങളാപ്പ ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ദീനിന്റെ ഖിദ്മത്തിലായി കുറേ കാലം നടക്കാൻ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോ ബഹ്ലൂൽ റളിയല്ലാഹുവിനോട് ഈ പൊന്നുമോൻ ചോദിച്ചു, ബഹ്ലൂൽ തങ്ങളെ, ഇന്നി റഅയ്തു വാലിദതി തൗഖിദുൻ നാറ ബിൽ ഖതബിൽ കിബാ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ നരകക്കുണ്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് തൗഖിദുൻ നാറ ബിൽ ഖതബിൽ കിബാ? അതാ ധാരാളം ആളുകളെ നരകത്തിൽ താമസിക്കുന്ന ഒരുപറ്റം ആളുകളെ തീ കൊണ്ട്, വിറക് കൊണ്ട്, വലിയ വലിയ വിറക് കൊണ്ട് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലാ ബിസ്സിഖാ വ ഇന്നി അഖ്ശാ അയ്യകൂന മിൻ സിആരി അതബി ജഹന്നം. ബഹ്ലൂൽ തങ്ങളെ, വലിയ വലിയ വിറകുകൾ ഇങ്ങനെ വെച്ചിട്ട് ആ നരകത്തുള്ള ആളുകളെ ഇങ്ങനെ കത്തിക്കുന്നത് ഞാൻ കണ്ടു. അത് ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ആ വലിയ വിറക് കത്താൻ അവിടെ വെച്ച് കൊടുത്തുള്ളത് ചെറിയ ചെറിയ തുള്ളി പീസുകളാണ്, വിറകിന്റെ ചെറിയ പീസുകളാണ്. വലിയ വിറകുകൾ കത്താൻ വേണ്ടി വെച്ചിട്ടുള്ളത് വ ഇന്നി അഖ്ശാ അയ്യകൂന മിൻ സിആരി ഹതബി ജഹന്നം. ആ ചെറിയ വിറക് കൊണ്ട് വെക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ ചെറിയ വിറക് ഞാനെങ്ങാനും ആകുമോ എന്ന് പേടിച്ചിട്ടാണ് ബഹ്ലൂൽ തങ്ങളെ ഞാൻ പൊട്ടിക്കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ആരാണെന്നറിയുമോ? ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹുവിന്റെ പൊന്നുമകന് ഹസൻ റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗത്തിലെ മുത്തുമാണിക്കങ്ങളാണ് പൊട്ടിക്കരയുന്നത്. അവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? പക്ഷേ അവരൊക്കെ അല്ലാഹുവിനോർത്തിട്ടും അവിടുന്ന് പൊട്ടിക്കരയാണ്. ഞാൻ നിർത്തുകയാണ്. ഹുബ്ബുൻ നബി വദ്ദവാഉ ലിദാഇനാ യംഉദ്ദലാമ നുഫൂസിനാ വഉയൂബാ വദലീലുൽ ഇഖ്സാറു മിൻ മദ്ഹിൻ നബി വമദ്ഹി യുസഫിൽ കഅസ വൽ മശ്റൂബാ المشروبا. أما الصلاة على النبي فقربة ووسيلة تمحى بالآثام. مولاي صل وسلم مولا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാവരും എല്ലാവരും പ്രായം ചെന്നപ്പന്മാരോട് ബാക്കിലെല്ലാവരും മുന്നിലേക്ക് വരാം. അമ്മ സ്വലാത്തു അലൻ നബി ഫഖുർബത്തുൻ വവസീലത്തുൻ തുംഹാ ബിൽ ആസാമു
വഅലേക്കുന്ന ആരൊക്കെയുണ്ടോ നമ്മുടെ മക്കൾക്ക് മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കാനുള്ള ഏറ്റവും വലിയ സബബ് അല്ലിമൂ ഔലാദക്കും മഹബ്ബത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേരിൽ അവിടുന്ന് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറഞ്ഞു കൊടുക്കലാണ്. ഈമാനുള്ള എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മമാരെ, കുട്ടികൾക്ക് മഹബ്ബത്ത് പറഞ്ഞു കൊടുക്കണം. മുത്തുനബി തങ്ങളോട് എത്രത്തോളം നമുക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്കും റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് നമുക്ക് ശഫാഅത്ത് ലഭിക്കും. അബൂ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് കഅബ ത്വാഫ് ചെയ്യുന്ന സമയത്തും ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് ത്വാഫ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ത്വാഫ് ചെയ്യുന്ന സമയത്ത് സാധാരണ അതിൻ്റെ അർക്കാനുകളും അതിൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ട് ചെയ്യാറുള്ളതാണ്, ചെല്ലാറുള്ളത്. പക്ഷേ ഈ പൊന്നുമോന് അവിടുന്ന് അസ്സലാത്തു അലന്നബി റസൂലുള്ളാഹിന്റെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. അബൂ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട്, മോനെ എന്തിനാണോ എല്ലാവരും ചൊല്ലാറുള്ള അദ്കാറുകൾ ചൊല്ലാതെ നീ എന്താണോ റസൂലുള്ളാഹിന്റെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ പൊന്നുമോന് പറഞ്ഞു കൊടുക്കുകയാണ്. കിതാബുൻ നവാദിറിലുള്ള വിഷയമാണ്, സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വിഷയമാണ്. അവിടുന്ന് പറയുകയാണ്, ആ പൊന്നുമോന് പറയുകയാണ്, അബൂ സുഫിയാൻ തങ്ങളെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ഹജ്ജിന് വേണ്ടി അമീറാക്കി. എൻ്റെ ഉപ്പയുണ്ട്, അവരെൻ്റെ ഉപ്പയെ അമീറാക്കിയില്ല. എല്ലാവരുടെ ഒരു നിർബന്ധമാണ് എന്നെ അമീറാക്കണം. അങ്ങനെ എൻ്റെ ഉപ്പയോട് ഞാൻ ചോദിച്ചു, ഉപ്പാ നാട്ടുകാരൊക്കെ എന്നോട് പറയുന്നുണ്ടല്ലോ ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്? ഉടനെ തന്നെ നാട്ടുകാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ നീ അത് ഏറ്റെടുക്കണം, നീ അത് സ്വീകരിക്കണം. അവിടുന്ന് ആ പൊന്നുമോൻ സ്വീകരിച്ചു. അങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. മക്കയിൽ ചെന്നു. തവാഫ് കഴിഞ്ഞ് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന സമയത്ത് ഉപ്പാക്ക് പനി ബാധിച്ചു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശക്തിയുള്ള പനി. അപ്പൊ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, മോനെ ഇനി നമുക്ക് അനങ്ങാൻ പാടില്ല, ഉപ്പ സാധുവാണ്, നിന്റെ ഉപ്പയല്ലടോ, എത്രത്തോളമാണ് നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതായിട്ടുള്ളത്. ആ ഉപ്പാനെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഉപ്പയോട് പൊന്നുമോൻ ചോദിച്ചു, ഉപ്പാ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഉപ്പ പറഞ്ഞു, മോനെ ഒരു കുഴപ്പവുമില്ല, നമുക്ക് പുറപ്പെടാം. അങ്ങനെ ചെന്നു. അങ്ങനെ പുറപ്പെട്ടു. മദീനയോട് അടുക്കാനൊരു 300-500 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ പുറപ്പെട്ട സമയത്ത് സുബ്ഹാനല്ലാഹ് ഉപ്പാക്ക് വീണ്ടും പനി ബാധിച്ചു. പനി ബാധിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ മോനോട് പറഞ്ഞു, മോനെ ഇനി ഒരു നിമിഷം ഇവിടുന്ന് അനങ്ങാൻ പാടില്ല, നമുക്കൊക്കെ ഒരു ഭാഗത്ത് ടെന്റുണ്ടാക്കി അവിടെ രാപ്പാർത്ത് രാവിലെ നമുക്ക് പുറപ്പെടാം. അങ്ങനെ അതാ കൂടെയുള്ള ആളുകൾ ഇതൊക്കെ കേട്ട് സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഒരു ടെന്റുണ്ടാക്കി നിർത്തുകയാണ്. അവിടുന്ന് ടെന്റുണ്ടാക്കി മാഷാ അല്ലാഹ് ആ പൊന്നുമോനും ഉപ്പയും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മറുഭാഗത്ത് പല ടെന്റുകൾ ഉണ്ടാക്കി അതിൽ വന്ന ഹാജിമാരൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഉപ്പാക്ക് പനി ബാധിച്ച് അതിശക്തമായ പനി ബാധിച്ചു. ഉപ്പ ഒരു മൂലക്ക് കടന്നു. നോക്കുമ്പോൾ അതാ ഉപ്പ അവിടുന്ന് വിട പറഞ്ഞു പോയി. ആ പൊന്നുമോൻ വല്ല ചെന്നപ്പോൾ ഉപ്പാന്റെ മുഖം നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് ആ പൊന്നുമോൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു. എന്താണ് എൻ്റെ ഉപ്പയുടെ മുഖം? ആർക്കും കാണാൻ കഴിയാത്തൊരു മുഖം, ഒരു മോശപ്പെട്ട മുഖം തന്നെ പറയാം. അങ്ങനെ കണ്ടപ്പോൾ ഉപ്പ ഈ പൊന്നുമോന് പൊട്ടിക്കരഞ്ഞ്, നാളെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് പറയും? എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ എൻ്റെ ഉപ്പയുടെ മുഖം കണ്ടാ അവരൊക്കെ എൻ്റെ ഉപ്പയോട് വെറുത്തു പോകൂലേ? അങ്ങനെ അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്
അവിടുന്ന് കഫംപുട മറച്ചു വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞൊരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ അസജ്ജൽ ആജിബൈ അഹ്സനൽ വുജൂ, നല്ല ഭംഗിയുള്ള നല്ല മുഖഭാവനയുള്ള ഒരു ചെറുപ്പക്കാരനതാ വരുന്നു. ഐന അബീകാ ഐന അബീകാ, എവിടെയാണോ നിന്റെ ഉപ്പയുള്ളത്? അവിടുന്ന് ചൂണ്ടി പൊട്ടിക്കരഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ആദാ അബീക, അതാ കാണുന്നത് എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉപ്പയാണ്. പതുങ്ങ ചെന്നു. ഈ നല്ല ചെറുക്കുള്ള കൂട്ടുകാരൻ അവിടുന്ന് ചെന്നിട്ട് ആ മൂടി വെച്ച മൂടിയൊന്ന് മാറ്റി വെച്ചിട്ട് ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് കവൾത്തടത്തിലേക്കൊരു ചുംബനം കൊടുത്തു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അത്യബു മിനൽ മിസ്കി, ഉപ്പാനെ കടത്തി വെച്ച ജനാസ വെച്ച ഭാഗത്തിൽ നിന്ന് എന്തൊരു സുഗന്ധമാ, എന്തൊരു പരിമളമാ. എല്ലാ ഈ കുട്ടി അത്ഭുതപ്പെട്ടു പോയി. അടുത്തേക്ക് ഈ കൂട്ടുകാരൻ വന്നപ്പോൾ ആരാ, ഇതുവരെ കണ്ടൊരു പരിചയമില്ലല്ലോ, ആരാണ്? ഉടനെ തന്നെ അവിടുന്ന് പറയുകയാണ്, അന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവാണ്, ഖാതിമുൻ നബിയാണ്. മോനെ, എൻ്റെ ഉപ്പ പല തെറ്റുകളും ചെയ്തവനാണ്, അതേ പല തോണിവാസികളും ചെയ്തവനാണ്, അതെനിക്ക് അറിയാ. പക്ഷേ സക്കറാത്തിന്റെ സമയത്ത് എൻ്റെ ചെറുപ്പക്കാരാ, എൻ്റെ വയലേക്കുന്ന ഉമ്മമാരെ, പ്രായം ചെന്ന ഉപ്പമാരെ, അതേ അവിടുന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് പറയുകയാണ്, മോനെ, നിന്റെ ഉപ്പയുണ്ടല്ലോ സക്കറാത്തിന്റെ സമയത്ത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ കുട്ടിയാ, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ഉപ്പയാ. അതുകൊണ്ടാണ് 500 കിലോമീറ്റർ അകലെയുള്ള മദീന മണ്ണിൽ നിന്നോട്ടോ എൻ്റെ ഉപ്പാനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതെന്ന് അവിടുന്ന് പറഞ്ഞുവെങ്കിൽ, എൻ്റെ ഉമ്മമാരെ, മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ചാല് അമ്മ സ്വലാത്തും അലൻ നബി ഫഖുർബത്തുൻ വവസീലത്തുൻ തുംആ ബിഅൽ ആസാമു, എല്ലാ തെറ്റുകളും മാഞ്ഞു പോകുന്നതാണ്. എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും അതിന് ശിഫാ മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കലാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് കുട്ടികളെ ഖദ് അഅസിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും ഉമ്മത്തി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നിസ്കാരത്തിന്റെ ഉമ്മത്തിന് വേണ്ടി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, എൻ്റെ ചെറുപ്പക്കാരെ, നാം ചെയ്യുന്ന തോണിവാസങ്ങൾ കണ്ട്, നാം ചെയ്യുന്ന തെറ്റുകൾ കണ്ട് ബഹറുദ്ദുമൂൽ ഇമാം ജൗസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക, തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് 10 വിപത്തുകൾ എന്തെന്ന് ഓർമ്മപ്പെടുത്തി അവസാന പറഞ്ഞൊരു വാചകമാണ്, ഖദ് അഅസനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി, ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ മുത്തുനബി മദീന ശരീഫിൽ നിന്ന് അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്ന വാണ്ടാസ്ത്രങ്ങൾ കണ്ട്, അവിടുത്തെ ഉമ്മത്തുകൾ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ കണ്ട് ലോകത്തിന്റെ നേതാവ് പൊട്ടിക്കരയും. അവിടുന്ന് പൊട്ടിക്കരയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചുവെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അല്ലാഹു തആല മക്കളൊക്കെ കാക്കുമാറാവട്ടെ, അല്ലാഹു തആല മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ദീനിന്റെ ഖാദിമീങ്ങളായി കുറേ കാലം ജീവിക്കാൻ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും ഈ സാധനം വേണ്ടി ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. സമയമായിട്ട് നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.